തന്നെ തുടങ്ങുകയാണ്. Government earns rupees 2,364 crores by selling office scraps in 3 years. The Indian government under the Prime Minister Narendra Modi's leadership has generated rupees 2,364 crores in revenue over 3 years by selling scrap from government offices. This initiative is part of the special campaign for promotes sustainability and efficient resource management while freeing up office space and generating revenue. അപ്പോൾ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, സ്ക്രാപ്പ് സാധനങ്ങൾ മാത്രം വിറ്റ് 2,364 കോടി രൂപയുടെ വരുമാനം കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയതായിട്ട് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഇത് നടന്നു എന്ന് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് കാരണം ഒരു റിസോഴ്സ് മാനേജ്മെന്റിൽ കുറച്ചുകൂടെ എഫിഷ്യൻസി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നും ഓഫീസ് സ്പേസ് കുറച്ച് ക്ലിയർ അപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇത് കാരണം എടുക്കാൻ സാധിച്ചുവെന്നും എക്കണോമിക് ടൈംസ് കൂട്ടിച്ചേർക്കുന്നു. Consumer price index inflation is likely to breach 6% in October, says UBI report. The continued spurt in food prices and fading of the high base effect likely led to spike in October retail inflation figures. According to a report by Union Bank of India, retail inflation based on consumer price index is in jumping to 6.15%, reaching RBI's 6% tolerance band. India's retail inflation for September reached 5.49% from 3.65% in August, reflecting an uptick primarily due to higher food prices. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത എക്കണോമിക് ടൈംസ് കൊടുക്കുന്നുണ്ട്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ചില്ലറ പണപ്പെരുപ്പം, ഹോൾസെയിലിന് വേറെ ഇൻഡെക്സ് ഉണ്ട്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഇത് CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. ഇത് 6% കൂടുതൽ ഒക്ടോബറിൽ പോകും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് ഭക്ഷ്യവസ്തുക്കളിൽ ഉള്ള പണപ്പെരുപ്പമാണ്. ഭക്ഷ്യവസ്തുക്കൾക്കാണ് കൂടുതൽ ഇത് വില ഉയരുന്നത്. അത് കാരണമാണ് നമ്മുടെ ഇൻഫ്ലേഷനെ ഇത് 6% കൂടുതൽ എത്തിക്കുന്നതെന്നും, ഇത് റിസർവ് ബാങ്കിന്റെ ഒരു ടോളറൻസ് ബാൻഡ് ഉണ്ട്. 4%-ന് 2% കൂടുകയോ 2% കുറയുകയോ ചെയ്യാം. ഇതാണ് റിസർവ് ബാങ്കിന്റെ ഇൻഫ്ലേഷൻ ടോളറൻസ് ബാൻഡ്. അതായത് 2 മുതൽ 6% റിസർവ് ബാങ്ക് ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇത് അതിന് മുകളിൽ പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഒക്ടോബറിന്റെ നമ്പർ ഇത് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ നവംബർ ആകും. അതുകൊണ്ടാണ് ഇത് ഒക്ടോബറിന്റെ നമ്പർ ഇങ്ങനെ എത്തുമെന്ന് ഒരു പ്രതീക്ഷയിൽ ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. സിംഗപ്പൂർ പിന്നെ ഫിനാൻഷ്യൽ എക്സ്പ്രസിലോട്ട് പോയി കഴിഞ്ഞാൽ, സിംഗപ്പൂർ എയർലൈൻസ് ബൂസ്റ്റ് stake in Air India with rupees 3,195 crores following Vistara merger. Following the anticipated merger of Vistara with Air India, Singapore Airlines is all set to invest rupees 3,194.5 crore into the Tata Group owned airline. The announcement of the merger was made on 29th November 2022 and is scheduled to be completed on 11th November 2024. Once the merger is complete, the Singapore Airlines will own 25.1% stake in the combined entity. അപ്പോൾ സിംഗപ്പൂർ എയർലൈൻസ് ടാറ്റയുടെ പുതിയ മേർജ്ഡ് എൻറ്റിറ്റി, അതായത് എയർ ഇന്ത്യ, വിസ്താര എല്ലാം ചേർന്ന് മെർജറായ പുതിയ സംരംഭത്തിൽ 3,194.5 കോടി രൂപ നിക്ഷേപിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. ഇത് ഓഹരിയായിട്ടാണ് അവരെടുക്കുന്നത്. ഇത് ഇവരുടെ എയർ ഇന്ത്യ വിസ്താര മെർജറൊക്കെ അനൗൺസ് ചെയ്ത് ഈ ഒരു കമ്പനി ആക്കാനുള്ള തീരുമാനം 29 നവംബർ 2022 തീരുമാനിച്ചു. എന്നാൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറെ സമയം വേണ്ടി വന്നു. 11 നവംബർ, ഇന്ന് 11 നവംബർ 2024 ആണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ദിവസമെന്നും ഇതിൽ പറയുന്നു. അപ്പോൾ ഈ മെർജർ കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ പുതിയ കമ്പനിയിൽ സിംഗപ്പൂർ എയർലൈൻസിന് 25.1% നിക്ഷേപം ഉണ്ടായിരിക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തൊരു വാർത്ത വീണ്ടും ഫൈനാൻഷ്യൽ എക്സ്പ്രസിൽ നിന്നും. റഷ്യൻ ഓയിൽ ഫൈൻഡ്സ് ഇറ്റ്സ് വേ ടു യൂറോപ്പ് വയ ഇന്ത്യ. ഇന്ത്യ നൗ ബിഗ്ഗസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ഫ്യൂവൽ ടു യൂറോപ്യൻ യൂണിയൻ. India's export of fuels like diesel to the European Union jumped 58% in the first 3 quarters of 2024, with bulk of them likely coming from the refining discounted Russian oil, according to a monthly tracker report.
The EU G7 countries in December 2022 introduced a price cap and an embargo on imports of Russian crude oil in a bid to cripple Kremlin's revenue and create a vacuum in its funding for the invasion of Ukraine. ഇപ്പോൾ റഷ്യയിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് പോകുന്നു, അത് ഇന്ത്യ വഴി പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. ഇപ്പൊ ഇന്ത്യ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ റിഫൈൻഡ് ക്രൂഡ് ഓയിൽ യൂറോപ്യൻ യൂണിയനിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതെന്നും ഇതിൽ സൂചിപ്പിക്കുന്നു. ആദ്യത്തെ 3 പാദങ്ങളിൽ 2024 ആദ്യ 3 പാദങ്ങളിൽ ഇന്ത്യയുടെ ഈ ഇന്ധന കയറ്റുമതി, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇന്ധന കയറ്റുമതി, ഡീസൽ ഉൾപ്പെടെയുള്ള ഇന്ധന കയറ്റുമതി 58% വർദ്ധിച്ചു എന്നും ഇതിൽ പറയുന്നു. ഡയറക്റ്റ് ആയിട്ട് യൂറോപ്യൻ കൺട്രീസ് ആരും റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ മേടിക്കുന്നില്ല. അവരുടെ ഈ യുക്രൈനെതിരായ യുദ്ധത്തിന് അവർക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണിത് അവരെടുത്തത്. എന്നാൽ റഷ്യ ഓയിൽ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യ വഴി അവർ മേടിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ മിന്റിലോട്ട് പോയി കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ ഹിറ്റ്സ് ഫസ്റ്റ് എവർ $80,000 mark as traders bet on Trump's White House return. Bitcoin surged to a new record high on Sunday, November 10, as traders bet on the Donald Trump's return to the White House would benefit the cryptocurrency industry. അപ്പോ ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രിയും ട്രംപിന്റെ വിജയത്തിൽ വളരെ പ്രതീക്ഷയോടെ ആണ് നോക്കുന്നത്. അവരുടെ ബിറ്റ്കോയിൻ $80,000 ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രംപ് വരുന്നത് അവർക്ക് അനുകൂലമായിരിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. വീണ്ടും മിന്റിൽ നിന്ന് ഒരു വാർത്ത, ഇന്ത്യ ടു ഗെയിൻ ഫ്രം ഡൊണാൾഡ് ട്രംപ്സ് പ്രസിഡൻസി എക്സ്പെക്ട്സ് മൂഡീസ്. India stands to gain significantly from the shift of power of President-elect Donald Trump makes the White House come back after his historic win in the US presidential elections, according to a report by the global ratings agency Moody's, cited the news portal Hindustan Times. അപ്പോ ട്രംപ് അധികാരത്തിൽ വരുന്നത് ഇന്ത്യക്ക് വളരെ അനുകൂലമായിരിക്കുമെന്ന് ഇന്റർനാഷണൽ റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് പറയുന്നതായിട്ട് മിന്റ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ബിസിനസ് ലൈനിലോട്ട് പോയി കഴിഞ്ഞാൽ വിസ്താര merger, a section of Air India pilots unhappy over difference in retirement age. A section of Air India pilots are unhappy in the run-up to the Vistara merger over different retirement age limits for pilots of the two Tata Group-owned airlines, as the management is yet to address the issue, according to sources. The retirement age of pilots and other staff is differential in two different organizations, where in one it is 58 years and where Vistara it is 60 years. അപ്പോ വിസ്താരയും എയർ ഇന്ത്യയും തമ്മിലുള്ള മെർജർ വരുന്ന സമയത്ത് ഈ പൈലറ്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരുടെ റിട്ടയർമെന്റ് വയസ്സ് എയർ ഇന്ത്യയിൽ 58 വിസ്താരയിൽ 60 ആയിട്ടുണ്ട്. അത് ഏകീകരിക്കുന്നില്ല. അത് കാരണം ചില പൈലറ്റുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ്, അൺഹാപ്പി, അവര് സന്തുഷ്ടരല്ല എന്നാണ് ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു വാർത്ത വീണ്ടും ബിസിനസ് ലൈനിൽ നിന്നും, ധാക്ക സേസ് പേയ്മെന്റ്സ് ടു ഇന്ത്യൻ എനർജി കമ്പനീസ് ബീങ് ഡൺ ഇൻ എ പ്ലാൻഡ് മാനർ. As Indian entities like Adani Power continue to build pressure on Bangladesh for clearing the mounting dues, Dhaka says payments are being made in a planned manner. Payment to all creditors are being made as per the payment plan, said Muhammad Faisal Kabir Khan, the advisor for the Ministry of Power, Energy and Mineral Resources of Bangladesh. ഇപ്പൊ ബംഗ്ലാദേശിന് ഇപ്പോൾ ഉള്ള ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പും ഈ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവർ പൊതുവെ വൈദ്യുതി പുറത്തു നിന്നും ആണ് വാങ്ങിക്കുന്നത്. ഇന്ത്യയാണ് അവരുടെ പ്രൈമറി സപ്ലയർ. അദാനിയൊക്കെ അവർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അദാനി വരെ അവർക്ക് സപ്ലൈ നിർത്തിയിട്ട് ഇടയ്ക്ക് വാർത്ത വന്നിട്ടുണ്ട്. ഇവർ പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല എന്നാണ് പ്രശ്നം. എന്നാൽ അവരുടെ പവർ മിനിസ്ട്രിയിൽ നിന്ന് ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. പ്രയോറിറ്റി ബേസിസിൽ ഒരു ഈ പവർ ബില്ലൊക്കെ സെറ്റിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് ഡാക്കയിൽ നിന്നും. ബിസിനസ് സ്റ്റാൻഡേർഡിലോട്ട് പോയി കഴിഞ്ഞാൽ, ഇന്ത്യ എമർജിംഗ് ആസ് ഗുഡ് ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് ഫോർ സോണീസ് ഗെയിമിംഗ് ബിസിനസ്, സേസ് ഇന്ത്യ MD ഓഫ് സോണി. India is emerging as a good opportunity market in the gaming business for the consumer electronic major Sony, its India Managing Director Sunil Nair said. അപ്പോ ഇന്ത്യയിലെ ഒരു വലിയ ഒരു മുന്നേറ്റം സോണി പ്രതീക്ഷിക്കുന്നു. അവരുടെ ഗെയിമിംഗ് എന്ന ബിസിനസിന്റെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിൽ വരുന്നു.
പ്ലേ സ്റ്റേഷൻ 5 എന്ന പോലുള്ള പ്രോഡക്റ്റിനൊക്കെ അവർ കൂടുതൽ ഡിമാൻഡ് കാണുന്നു എന്നുള്ള ഒരു പ്രസ്താവന അവരുടെ മാനേജിംഗ് ഡയറക്ടർ, ഇന്ത്യൻ ബിസിനസിന്റെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞതായിട്ട് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നു. Foreign portfolio investors withdrew around 20,000 crore from equities in the last 5 trading sessions. The exodus of foreign investments from Indian equity market continued unabated, with FPIs pulling out nearly 20,000 crore in the last 5 trading sessions on higher valuations of domestic stocks and shifting their allocation to China. So, വിദേശത്തിൽ നിന്നും ഇന്ത്യയിൽ നിക്ഷേപിക്കുന്ന പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരു മാസമായിട്ട് തന്നെ ഇന്ത്യയിൽ നിന്നും പൈസ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തിൽ കഴിഞ്ഞ 5 സെഷനിൽ മാത്രം 20,000 കോടി അവർ പുറത്തെടുത്ത് കഴിഞ്ഞു. ഇതിലും പ്രധാന കാരണമായിട്ട് പറയുന്നത് ചൈനയുടെ അവരുടെ ഗവൺമെന്റ് ഈ സ്റ്റിമുലസ് പാക്കേജ് പ്രഖ്യാപിച്ച് അവരുടെ മാർക്കറ്റ് ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിലോട്ട് പൈസ മാറ്റുന്നു എന്നാണ് പത്രങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ ഇതിനൊരു മാറ്റം ഉടനെ കാണും. ട്രംപ് വന്ന് പല മാറ്റങ്ങളും അന്താരാഷ്ട്ര വിപണിയിൽ വരാൻ പോകുന്നു. അപ്പൊ അതിന് അനുബന്ധമായിട്ട് ചില ഈ എക്സോഡസ് കുറയുമെന്നൊക്കെയും മാർക്കറ്റിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്.